നമുക്കവിടെ ഇതൊന്നും പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആവുന്നത്. അത് ഓപ്പണൈസ് ചെയ്യണം, എല്ലാം ഓപ്പണൈസ് ചെയ്ത് എല്ലായിടും അവൈലബിലിറ്റി വരുത്തണം. അപ്പോൾ കൊച്ചിലെ മുതൽ തന്നെ അതിൻ്റെ ഗുഡ് ഡ്രിങ്കും ബാഡ് ഡ്രിങ്കും പഠിക്കും, ഇതിൻ്റെ നെഗറ്റീവ് പഠിക്കും. പിള്ളേരെ നിർത്തും അതോടെ, അനാവശ്യമായിട്ട് ഡ്രിങ്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതാണോ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് കേരള ഗവൺമെന്റിനും ബോധം വന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടുത്തെ കുറെ മതപണ്ഡിതന്മാരുണ്ട്, അവന്മാരാണ് ഇതിനെല്ലാത്തിനെതിരെ ഇങ്ങനെ ഉടനെ സമരവും കൊണ്ടിറങ്ങിക്കോളും. ഞാനിത് ഒടി ഉറപ്പിച്ച് പറയണത് കണ്ടോ, ഇത് പഞ്ചാബ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന പഞ്ചാബിൽ ഷൂട്ട് ചെയ്യണം. കണ്ടോ, നോക്കി എത്ര കസ്റ്റമർ ഉണ്ട്, ആരും ഇല്ല ഉണ്ടോ ഇവിടെ. ഇത് എല്ലായിടത്തും ഇവിടെ അവൈലബിൾ ആണ്, എല്ലാ സൈഡിലും. നിങ്ങൾ ഓരോ 100 മീറ്റർ പോയാലും ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. കേരളത്തിന്റെ ശാപം എന്നുള്ള ഇതാണ്. അതായത് എല്ലാം ഒളിച്ച് ചെയ്യണ പരിപാടി, ഓപ്പണൈസ് ചെയ്യണം. എന്ത് ഓപ്പണൈസ് ചെയ്ത് വെക്കണം, ആരും തൊടില്ല. ഇവിടെ ആരാ കുടിക്കണേ? അല്ല, ഞാൻ പറഞ്ഞു, ഷോപ്പിൽ അവർക്ക് ഇതിന്റെ പ്രൈസ് പോലും അറിയില്ല, കാരണം ആള് വരുന്നില്ല എടുക്കാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഏകദേശം എൻ്റെ അഭിപ്രായത്തിലൊരു 5000 മുതൽ 10000 വരെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റോറിൽ അടക്കം വെക്കണം. അതോടെ ഈ വിഷയം അങ്ങ് തീരും. ഈ ആർത്തി, കുടിയിലോടുള്ള ആർത്തി തീരും. बेसमेंट शॉप है, बेड़ा शॉप है. ആ പുള്ളി ഇതാ പറയണേ, ഇതിന്റെ ബേസ്മെന്റിൽ ഷോപ്പാണ്. ബേസ്മെന്റിൽ ഫുള്ളും ഷോപ്പ് എന്നാണ് പുള്ളി പറയണത്. ഇതൊന്നും നിങ്ങൾ നോക്കണം, ഇവിടെ ഒറ്റ ഷോപ്പിലും ആളില്ല. വൈകുന്നേരം ഒരു 10 കുറച്ച് കച്ചവടം നടന്നാലായി. അതാണ് നമ്മുടെ ഇവിടത്തേക്ക് പ്രത്യേകത. നിങ്ങൾ ഒന്നും ഒളിച്ചു വെച്ച് ചെയ്യാനല്ല, സ്കൂൾ മുതലേ ഇതൊക്കെ ക്ലാസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഹെൽത്ത് ഡ്രിങ്ക് ബാഡ് ഡ്രിങ്ക് എന്തൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കിയ കുട്ടികൾ ആരും ഒന്നും ചെയ്യില്ല. പകരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണത്, എല്ലാം ഒളിച്ചൊളിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിള്ളേരൊക്കെ വളർന്നൊരു 18-20 വയസ്സ് ചെയ്യുമ്പോൾ ഡ്രഗിലോട്ട് പെട്ടെന്ന് തിരിയും. പിന്നെ അത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ, അവർക്ക് അപകടം വിളിച്ചു വരുത്തി. ഇവിടെ പഞ്ചാബ്, ജമ്മു കാശ്മീരിലൊക്കെ നിങ്ങൾ നോക്കണം, ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിരുന്നു ചെറുപ്പക്കാരൊക്കെ. പക്ഷെ ഇന്നവിടെ അവരൊക്കെ ഒരുപാട് താഴെ വന്നു. അത് എല്ലാം ഓപ്പണൈസ് ചെയ്തെന്നാണ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്തും കേരളത്തിലുള്ള ബോധമില്ലാത്ത മതപണ്ഡിതന്മാർക്കും ഞാനിതാ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാണ്. ഞാനിത് ഇന്ത്യയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണത്, ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്ന്. ഇതിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോയ ഛത്തീസ്ഗഡാണ്. അവിടെ ഇതിനേക്കാളും മദ്യത്തിന് റേറ്റും കുറവാണ്. അവിടെയൊന്നും ആരും വാങ്ങാനില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ എല്ലാ കടകളിലും. ഇതൊക്കെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം, സ്കൂളിലെ ടീച്ചേഴ്സ് മനസ്സിലാക്കണം, അച്ഛന്മാർ അമ്മമാർ എല്ലാവരും ഇത് മനസ്സിലാക്കി തിങ്ക് ചെയ്യും. ഇത് വീട്ടിലടക്കം നമ്മൾ ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്യുമ്പോൾ കുട്ടികളിത് കണ്ടൊരു നോർമൽ രീതിയിൽ വളരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം ഒളിച്ച് ചെയ്യണ മലയാളി ഇതിൻ്റെ ഈ ഒളിച്ചുള്ള പരിപാടി നിർത്തിക്കും. അതിനുള്ള തെളിവ് ഞാൻ കേരളത്തിലെ പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. സൈനിങ് ഓഫ് ടൊബക്സോളോ.